ഹലോ ഗൈസ്, ദേണ്ട കുട്ടൂസൻ വീണ്ടും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് 4:30 5:30 ആയപ്പോഴത്തേന് ദേണ്ട ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഉറങ്ങിക്കിടക്കുമോ, അപ്പോഴത്തേന് എന്നെ വന്ന് മൂക്ക് കൊണ്ട് മൂന്ന് വെച്ചാണ് എന്നെ ഉണർത്തുന്നത്. എന്നിട്ട് എന്നെയും കൊണ്ട് നേരെ വന്ന് ഹോളിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഹോബി. കാര്യം എന്താണെന്ന് വെച്ചാൽ മോൾ ഇവിടെ ഉള്ളപ്പം അവൾ ലേറ്റായിട്ടൊക്കെ ഉറങ്ങുള്ളൂ. ആ സമയത്ത് ഇവന് ഉറക്കമില്ലായിരുന്നു. അപ്പം ഇവൻ വെളുപ്പിനെയൊക്കെ കിടന്നങ്ങ് നല്ലവണ്ണം ഉറങ്ങും. അത് പോയിട്ട് ഇപ്പം മോളില്ലാത്തപ്പം ഞാനും ഹസ്ബൻഡും ഒക്കെ നേരത്തെ കയറി കിടക്കും. അപ്പോൾ ഇവന് അത്രയും സമയം ഉറക്കം അങ്ങ് പോവുമല്ലോ. അതുകൊണ്ട് ഇവനിങ്ങനെ നേരം വെളുക്കാറാകുമ്പോൾ അവൻ്റെ ഉറക്കം പോയി. അവൻ എന്നിട്ട് കതക് തുറന്ന് കൊടുത്തിട്ട് അവിടെ നോക്കി അങ്ങ് ഇരിക്കും. അവൾ വരുമെന്നുള്ള എന്തോലും പ്രതീക്ഷയാണോ എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ, എന്നെ ശല്യം ചെയ്യുന്ന കണ്ടോ. ഉറങ്ങടാ എന്ന് പറഞ്ഞാലൊന്നും അവൻ ഇനിയും കേൾക്കത്തില്ല. അവൻ ഇനിയിപ്പോൾ ആ ചെരുപ്പും എടുത്ത് കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. അവൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കണം. അപ്പം ഇന്നലെ തൊട്ടിങ്ങനെ ചെവി ഇങ്ങനെ കിടന്ന് അടിക്കുന്നുണ്ട്. അപ്പം ചെവിക്കകത്ത് ചില ഇങ്ങനെ പൂപ്പ് പോലെയോ എന്തോ വന്ന് ഇവർക്ക് ചൊറിച്ചിലാവും. അപ്പോൾ ഇവർക്ക് തന്നെത്താനെ ചൊറിയാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പം ഇവിടെ ഞങ്ങളൊരു ഒരു സിറപ്പ് പോലൊരു സാധനമുണ്ട്, അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെവി ക്ലീൻ ചെയ്യുന്ന സാധനമാണ്. അത് ഞാൻ ഇന്നലെയും ക്ലീൻ ചെയ്തു. പക്ഷേ അവന് ചൊറിച്ചിലങ്ങോട്ട് നല്ലവണ്ണം മാറിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവനിനി ഇപ്പോഴെങ്ങും ഉറങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ല. അവസാനം ഞാൻ പറഞ്ഞു പടക്കമെന്ന് കേൾക്കുമ്പോൾ കുട്ടൂസിന് ഭയങ്കര പേടിയാണ്. ഇവിടെ ക്രിസ്മസിനൊക്കെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചപ്പം പാത്തുകൊണ്ടൊക്കെ ഞാൻ പടക്കമെന്ന് പറഞ്ഞ ഉടനെ എൻ്റെ മടിയിൽ ചാടി കയറി ഇരുന്ന്. ഇവിടെ ഒരു സാധനമുണ്ട്, ചെറിയൊരു സാധനം ഞാൻ പൊട്ടിക്കുന്ന ഇങ്ങനെ നിലത്തോട്ടിടുമ്പോൾ ടെക്കെന്ന് പോലും അത് കേട്ടാൽ മതി പുള്ളിക്കാരന് പേടിയാണ്. പേടിച്ച് അറഞ്ഞ് ഞങ്ങളിവിടെ പടക്കമൊക്കെ പൊട്ടിച്ചപ്പോൾ ഞാനും കുട്ടൂസിനും റൂമിനകത്ത് കയറി കതകടച്ചങ്ങിരുന്ന്. അവനെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ പിള്ളേരല്ലേ, അവർക്ക് ആ സമയത്തല്ലൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് സമ്മതിച്ച്. പക്ഷേ ഈ പടക്കമൊക്കെ പൊട്ടിക്കുമ്പം സൂക്ഷിക്കണം. നമ്മളിങ്ങനെ വളർത്തുന്ന മൃഗങ്ങളൊക്കെ വെളിയിലേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ കിട്ടത്തില്ല. അതുങ്ങളങ്ങ് ഓടിപ്പോവും. ഇതുങ്ങൾക്ക് ഒന്നാമത് തന്നെത്താനെ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. അതേസമയം നാടൻ പട്ടികൾക്ക് അങ്ങനെയല്ല, അവർക്കെല്ലാം തരണം ചെയ്തു പോകാനുള്ള കഴിവുണ്ട്. ഇവർക്കതില്ല. ഇവർക്ക് നമ്മളവരെ അതുപോലെ നോക്കുന്നതുകൊണ്ട് ഇവർക്ക് തന്നെ ജീവിക്കാനുള്ളൊരു ഇതില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. ഉണ്ടോ, പിന്നെയും പോയി പുറത്ത്